അതല്ലേ അവിടെ ആ ചുമരുമ്പോൾ സ്റ്റിക്കർ ആയിരുന്നു തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ടിങ്ങനെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ 24 മണിക്കൂർ ഇവിടെ ഇതാണ് ഓടുന്നപ്പോ ഒരു കാർട്ടൂണ് എന്തോ ഒരു ശാശൂൻ ഷീപ്പ് ശീഷൻ ഷീപ്പ് ശീഷൻ. എന്താ ഈ കാണുന്നത്? എന്താ അതിലാരല്ലേ? അതില് ഷീപ്പ് ഉണ്ട്, ഷീപ്പ്. അപ്പൊ ഷീപ്പിന്റെ സീസൺ കണ്ടോണ്ടിരിക്കാണ്. ഇത് രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയതാണ്. ഇതിലിപ്പോ എത്ര സമയം വെച്ചാല് 1 മണി ആവാനായി. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. 7ാം മാസത്തെ ആന്റിനാറ്റൽ സ്കാൻ ഉള്ള ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പൊ ഞാൻ അതിന് പോകാൻ വേണ്ടി നിൽക്കാണ്. എന്റെ കൂടെ സൂചിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടവള് വരില്ല. പക്ഷെ ഹൈലൈറ്റ് മാൾക്ക് വരുന്നുണ്ടോ? ഞാൻ സൂചിയൊക്കെ പോരേ, ഇതിന്റെ കൂടെ പോരെ. അതുപോലെ ഫസികാക്ക് അവിടെ ഉണ്ട്. ഫസികാക്ക് എന്താ പരിപാടി? ഫസികാക്ക് അവിടെ ഉണ്ട്. ഇങ്ങനെ ലേറ്റ് ആക്കിക്കോ. ബാക്കിയുള്ളവർ ഇങ്ങനെ എണീച്ചിട്ട് ഫസ്കാക്കറെ ഇങ്ങനെ കാത്തിക്കണം. ആ ഭയങ്കര ലേറ്റാ. ഫസ്കാക്ക എപ്പോഴും ലേറ്റ് ആയിട്ടല്ലേ എണീക്കല് പലക്കെ? ആണ്. ഓക്കെ, നാളെ ഒരു ഫാൻ ആയിട്ടും പിന്നെ ബൾബായിട്ടൊക്കെ എണീക്കാം. ഓക്കെ, ലൈറ്റ് ഒഴിവാക്കാം. എന്താണ്ടാ കുട്ടിക്ക് ചളിയാണ്. നമ്മളില്ലേ ഇന്ന് 1 മണിക്കാട്ടോ സ്കാനിങ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ എണീച്ചിട്ട് അപ്പോഴാണ് സ്കാനിങ്ങിന്റെ ഡേറ്റ് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് വന്നു. അല്ലല്ല, നമുക്ക് വേറെ ഒന്നും ഓർമ്മ നിൽക്കൂലല്ലോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഓർമ്മ. അവിടെ എന്ത് വാങ്ങാൻ പോകണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ. അല്ല ഫസ്കാക്ക് എല്ലാം അല്ല ഓർമ്മയാണ്. ഫസ്കാക്ക് ഇതിന്റെ ഒരു കാര്യം ഓർമ്മയില്ല. ഫസ്കാക്ക് ഫസ്കാന്റെ കാര്യം മാത്രം. ഫസ്കാന്റെ കാര്യം ഓർമ്മയില്ല. വലിയ സംഭവമാണ്. ഇല്ല എന്തോ മൂഡ് സ്വിങ് എന്തോ. അപ്പൊ എന്റെ മമ്മി വരുന്നുണ്ട്. അപ്പൊ ഫസ്കാക്കില്ലേ എന്തൊക്കോ വലിയ വേറെന്തോ പറയും. ഒരു ക്യാമറ കുണ്ട മറിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഫസ്കാക്ക് ചില സമയത്ത് ഭയങ്കര വട്ടാണ്. എന്റെ വർത്താനം എനിക്ക് 12 മണിക്കൂർ കേൾക്കാം. 24 മണിക്കൂർ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർക്ക് വർത്താനം പറയുന്നത് ഫസ്കാക്കല്ലേ എന്നോട് വെറുതെ കടന്ന് ഇന്നോട് ഇങ്ങനെ ചൊറി. എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ വെറുപ്പിക്കുക. ഇന്റെ തലച്ചോറ് ഇങ്ങനെ തിന്നാൻ നടക്കുക. തലച്ചോറില്ലല്ലോ, അതല്ലേ കോമഡി. അങ്ങനെ ഈ തലച്ചോറുണ്ടെന്ന് സ്ഥാപിക്കാൻ നിൽക്കണം. ഇല്ലാതെ നമ്മുടെ എല്ലാവർക്കും അറിയാം. ഫസ്കാന്റെ സ്വഭാവം വെച്ചിട്ടേ ആരും ഫസ്കാന്റെ കൂടെ നിക്കൂല. ഞാൻ വിട്ടു. ഓക്കെ, ഞാൻ വിട്ടു. എനിക്ക് വയ്യ. അച്ഛനാ എന്നോട് രാവിലെ തന്നെ അച്ഛൻ എനിക്കായില്ല മോളെ. രാവിലെ സീനാണ്. ശരി, ഡോക്ടറാണല്ലോ പോണേ. ഡോക്ടർ കാണാൻ പോകുമ്പോ എനിക്ക് സമ്മാനിക്കണം ഫസ്കാക്കന്റെ ഓരോ അത്. പോണ വരെ എന്നെ വെറുപ്പിക്കും. എന്നിട്ട് അവിടെ ചിരിച്ചിട്ട് ഓക്കെ, എന്തിനാ ചൊറിച്ചില് വന്നതെന്നുള്ള ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 25-ാം തീയതി 26-ാം തീയതി ഡേറ്റ് എന്ന് ഫസ്റ്റ് പറഞ്ഞു സ്കാനിങ്ങിന്റെ. എന്നിട്ട് ഇന്ന് രാവിലെ എണീച്ച് പറയാണ് എനിക്ക് മാറിപ്പോയി, 25, 26 ഇല്ല, 22, 23 ഓക്കെ. പിന്നെ ഈ പറയുന്ന എല്ലാ കണ്ടീഷനിലും നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയോ? നമുക്ക് ഇവിടെ ഇന്നിപ്പോ സ്കാനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്ക് സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ 6:30-ക്കാണ് ഡോക്ടർ ആട്ടാൻ പറ്റും. ഇവൾക്ക് 5 മണിക്കൂർ ഇവൾക്ക് ഈലങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണമെന്ന്. മതി കോഴിപ്പേൻ. ശരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതാ നല്ലത്. ഉത്തരം മുട്ടിയല്ലോ. ഇതുവരെ എല്ലാ ഡയലോഗ് ഇത്ര നേരം ഫോൺ വിളിച്ചിട്ട് എനിക്ക് കൈ 22, 23 ഡേറ്റ് ഉള്ളത്. 25, 26, 27 ഇല്ല. ഇതൊക്കെ ഓർത്തിരിക്കണം ഡേറ്റ് ഒക്കെ. അതിന് നമ്മളൊന്നും ഈ ഇടപെടിപ്പിക്കലല്ലോ. ഈ വലിയൊരു മറ്റേ സിംഗിൾ മോമാണല്ലോ. ഈ ഇന്റെ ബർത്ത്ഡേ ഓർമ്മയില്ല. എന്നോട് ഈ പറഞ്ഞിട്ട് കാര്യമില്ല. അറിയില്ല, എനിക്ക് ഡേറ്റ് ഓർമ്മ. എളുപ്പത്തില് ഊരിച്ചാടാൻ നല്ല സുഖാണല്ലോ. ഉത്തരവാദിത്തത്തിന്റെ മിസ്റ്റേക്ക് ആണ്. ഇതുവരെ സ്കാനിങ്ങിന്റെ ഏതെങ്കിലും ഡേറ്റ് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. ഒരു
ഒരൊറ്റ ഓർമ്മയില്ല അതുവരെ. എന്നിട്ട് ഞാൻ ഒന്ന് തെറ്റി ഇന്റെ ഒന്ന് മാറിപ്പോയപ്പോ അത് വെച്ചിട്ട് ഡയലോഗ് അടിക്കാം അല്ലേ? ഇങ്ങനത്തെ ഒരു സാധനത്തിനാണല്ലേ ഇപ്പൊ മനസ്സിലായില്ല, ഗർഭിണികളായിട്ടുള്ള ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തന്നാട്ടോ. ഓക്കെ, ഞാൻ വലിയ സംഭവമാക്കി നിക്കൂ. സാധനമാണ് ആരെങ്കിലും ആണെങ്കിൽ 2 ദിവസം കൊണ്ടുപോയിക്കോളി. ഹിബ നിങ്ങളോട് ആരോട് ഞാൻ 2 ദിവസം കൊണ്ടുപോകാൻ പറയില്ല. ബിക്കോസ് ഞാനോ അനുഭവിച്ചു, നിങ്ങൾ എന്തിനാ അനുഭവിക്കുന്നത്? വെറുതെ നമുക്ക് കിട്ടിയത് നമ്മള് ബാക്കിയുള്ളവരെ നമ്മളെ സങ്കടത്തിലേക്ക് തള്ളി വിടില്ല. അതെ, അവിടെ തിരികാണ് രണ്ടാളും കൊണ്ട് 2 ദിവസം കൊണ്ടുവയ്ക്കോ. ഇവരെ കൊണ്ടോണ്ട ചിരിക്കുന്ന സ്വയം നാറിയിട്ട് ചിരിക്കാനാണ് ഒരു കഴിവ് ഇവക്കുണ്ട്. ഇവിടെ ഫുള്ള് ഇടിച്ച് പൊരിച്ച് മറിച്ച് തിരിച്ചിട് ആണൊന്ന് പോയി റെഡിയാക്കി കൊടുക്കല്ലോ. തൊള്ളവനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. എന്താണ് പിന്നെ അവിടെ റോഡിന് പണിക്ക് ഇടിച്ച് നന്നാക്കണ്ടേ? ഞാൻ കുറ്റം പറയണ്ട, റോഡ് പണിക്കാരും കൂടി കുറ്റം പറയും. ഞാൻ എന്റെ ഹോസ്പിറ്റലിലെത്തി, എനിക്കത് എത്തിയാ മതി. റോഡ് പണിക്കാരെ കുറ്റം അവിടുന്ന് തൊള്ള ഇറക്കൂലല്ലോ. എവിടെ? ഹോസ്പിറ്റലിന്. ഹോസ്പിറ്റലിൽ എല്ലാരും സൈലൻസ്. ഇതും തൊള്ള ഇറക്കൂലോ. അത്ര അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ഹോസ്പിറ്റലിൽ സെയിലോ 40-30% ഓഫ്. എന്ത് ഡോക്ടർ കാണിക്കാനോ? അതാണെങ്കിൽ നല്ലൊരു ഓഫർ ആയിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ലേറ്റ് ആയി. സ്കാനിങ്ങിന്റെ കാര്യമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേഗം വരാം. അപ്പൊ ലെറ്റ്സ് ഗോ. ഹിബ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഹിബ കൂളായില്ല മൈൻഡൊക്കെ? എന്താ ഇപ്പൊ ദേഷ്യം പിടിച്ചിരിക്കണേ? അല്ല, ഇനി ഡോക്ടറെ കാണുമ്പോ ഡോക്ടറോട് ദേഷ്യം തീർക്കരുത് കേട്ടോ. ഇന്നോടുള്ള ദേഷ്യം ഡോക്ടറോട് തീർക്കുമ്പോൾ അത് അവളെ പ്രത്യേകത. എല്ലാത്തിനും എന്തിനാ ഇന്ന പറയുന്ന മോളൂസേ? മമ്മി നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങളെ സ്കാനിങ് ഉണ്ടോ? അമ്മ വന്നു കേട്ടോ. എന്റെ സ്കാനിങ് ആണെന്ന് കേട്ടാല് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരും. ഉമ്മച്ചിക്ക് എന്തൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിക്കാണ്ട് പോലും. അല്ല, ഫസ്റ്റ് കാക്ക ഉള്ളതുകൊണ്ടാണ് ഉമ്മ വന്നത്. എന്താ വെച്ചാൽ ഫസ്റ്റ് കാക്ക് ഒരു കുന്തും അറിയില്ല. അതാ അവിടെ എത്തിക്കണം കേട്ടോ. പിന്നെ നടക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്ത് ഫസ്റ്റ് കാക്ക് കുടിച്ച് വരണം കേട്ടോ. വേറെ മണിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ഞങ്ങൾ രണ്ടും നടക്കട്ടെ. ശരി, അങ്ങനെ നടക്കണം എന്നാ പറയുന്നത്. നടക്കണത് കുട്ടിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ കുട്ടി നമ്മളെ കൂടെ നടക്കും വയറ്റില്. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവലിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. മമ്മി ആ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഫസ്കാക്ക് അവിടെ ആ ചുമരുമ്പിൽ സ്റ്റിക്കറായിരുന്നു തോന്നുന്നത്. ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഫസ്കാക്കനെ അവിടെ ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഇങ്ങനെ പതിഞ്ഞാണ്. നമുക്കൊന്ന് പറിച്ചോ ഫസ്കാക്ക്. ഫസ്കാരുടെ ഫോണിൽ 3% ചാർജ്. കക്കൂസ് കൊണ്ടുപോകുമ്പോൾ ആലോചിക്കണേ. എടുത്ത അല്ലെങ്കിൽ എന്റെ പേഴ്സൊക്കെ എടുത്ത് ഓളെ ബാഗ് കൊണ്ടുവരും. ഒരു സാധനം എടുക്കാണ്ട് വരും. എന്റെ പേഴ്സ് ബാഗ് കിട്ടോ അറിയാതെ. ഇതിന്റെ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. ഇന്ന് ഫുള്ള് തിങ്കളാഴ്ച ആണ്, നല്ല ബുക്കിങ്ങാണ്. അപ്പൊ എനിക്ക് വിശന്നിട്ട് വയ്യ. മമ്മീനെ ഞാൻ അവിടെ ഇരുത്തി. മമ്മിക്ക് നോമ്പാണ്. ഫസ്റ്റിക്കാക്ക് ഒരു റൗണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞതാ. നോമ്പാണ്, ഒരു പ്രാവശ്യം തിന്നു കഴിഞ്ഞതാ. ഫസ്റ്റിക്കാക്ക് ബോറടിക്കണ് ഇവിടെ വന്നിട്ട്. ഫോണിൽ ചാർജ് ഇല്ല. എന്നിട്ട് പിന്നെ മറ്റേ ഇവിടെ ഇരിപ്പുറക്കണില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ ചാർജർ. എന്നിട്ട് ലാസ്റ്റ് ചാർജ് ചെയ്യാൻ കൊടുത്തുണ് ഇവിടെ തന്നെ. അതിൻ്റെ സ്റ്റിക്കറോടെ എത്തിയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് പൊളി. ഞാൻ തിന്നല്ലേട്ടാ. ഓക്കെ.
ഹിബക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ട്. ഹിബ എന്താ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തേ? എവിടെ? എനിക്ക് സന്തോഷായി. രണ്ടാളും ഉണ്ട് കേട്ടോ, മമ്മിയും ഉണ്ട്. ഇന്ന് രണ്ടാളും കൂടിയാണ് പരിപാടി അല്ലേ? ഡൗട്ടൊക്കെ ചോദിച്ചു. പൈനാപ്പിള് പിന്നെ എന്നോട് പറഞ്ഞു പപ്പായ ഒക്കെ തിന്ന ഇമ്മ കാരണം ഓരോന്ന് പറഞ്ഞിട്ടില്ല, പേടിപ്പിക്കല. ഈ നിങ്ങള് പുരാതന കാലത്തുള്ള ചിന്താഗതി ഞങ്ങൾക്കൊക്കെ അല്ലേ? ഡോക്ടർ പറഞ്ഞു. അതെ അതെ, കൂട്ടി കൊടുത്തു. ഒന്നും പറയില്ല. ഇന്നെ കാണാൻ എന്റെ അമ്മന്റെ പോലെ തന്നെ അല്ലേ? എന്റെ കുട്ടിന്റെ പോലെ അതൊരിക്കലല്ല. അതിനാണല്ലോ ലുക്ക് കൂടുതലുള്ളവരെ ലുക്കാ കിട്ടാ കുട്ടിക്ക്. അപ്പൊ ഇന്റെ ലുക്ക് ഓക്കെ. എന്നാ പോവാ നമുക്ക്. ഞാൻ എങ്ങോട്ടാ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഹിബ ആൻഡ് മമ്മീനെ ഹിബയുടെ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് കൊണ്ടുപോകാൻ പോണത്. കോഴിക്കോടല്ല, ഇതാണ് നമ്മൾ ഹോസ്പിറ്റൽ. ഇതാ കണ്ടില്ല? ഓ ഗൈസ്, എന്തൊരു ചൂട്. നമുക്ക് വേഗം വിടാം. ഇന്ന് ഒരു 1:30 ആയപ്പോൾ ഇവിടെ വന്നാണ്. ഇപ്പൊ ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോഴാണ് കഴിച്ചിലായത്. ഗർഭിണി ഹിബ വരുന്നുണ്ട്. നമുക്ക് ഹൈലൈറ്റ് മാട് വഴി അരീക്കോടിലേക്ക് ഒരു ട്രിപ്പ് ഇട്ടാലോ? വേണ്ട, വേഗം വിടാം. എല്ലാരും കയറിയല്ലോ. അപ്പൊ ഡൗട്ടൊക്കെ മമ്മിയുടെ ഡൗട്ടൊക്കെ തീർന്നു. മമ്മി ടൂന്റെ ഡൗട്ടൊക്കെ തീർന്നില്ലേ ഹിബ? ഇത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്? ഇത് എത്രാമത്തെ മാസത്തെ സ്കാനിങ് ആയിരുന്നു? 7 ലാസ്റ്റ് അല്ലേ? ഇനി 9ാം മാസമാണല്ലേ സ്കാനിങ്? 8ാം മാസം ഉണ്ട്. ഇനി സ്കാനിങ് ഇല്ല? 9ാം മാസം അപ്പോഴുള്ള സ്കാനിങ് ഉള്ളു അല്ലേ? അപ്പൊ സ്കാനിങ് പരിപാടി കഴിഞ്ഞ്. ഭയങ്കര ചെലവാ സ്കാനിങ് ഒക്കെ അല്ലേ ഹിബ? നമ്മളെ നാട്ടിലേക്ക് എത്താനായി. നമ്മള് വാഴക്കാട് എത്തിട്ടോ. ശിവനെ ഞാൻ അവിടെ ഇറക്കി ഞാൻ തിരിച്ചു വരിട്ടോ. അത് ആലോചിച്ചിട്ട് എനിക്ക് ചെറിയൊരു സന്തോഷം, അല്ല സോറി സങ്കടം. ഒരിക്കലും ഇന്നെ നിർത്തൂല. അസ്കാക്ക് ഇന്നെ കാണാണ്ട് പോരായില്ല കേട്ടോ. എന്താ രസം. മമ്മിക്ക് നോമ്പുമാണ്. അപ്പൊ ഇന്ന് നോമ്പറ ഉണ്ട് മമ്മിന്റെ കുഞ്ഞിത്തറ. ഇനി അടത്തിട്ട് മമ്മി എന്താ ചോറൊക്കെ അതല്ലേ ഇപ്പൊ നോമ്പ് എടുക്കുന്ന സീസണാ. പണ്ടേ നോമ്പ് ഫുള്ള് എടുക്കും. നോമ്പ് കാലത്തല്ല, അല്ലാത്ത കാലത്ത് ഫുള്ള് നോമ്പാ എന്റെ പോലെ. അതെ, പിന്നെ ഞാൻ നന്നാവാനാണെന്നൊക്കെ പറഞ്ഞത്. ഞാന് ഇതേപോലെ തന്നെ ഹിബ നന്നാൻ വേണ്ടി നോമ്പ് എടുക്കാറുണ്ട്. നോമ്പോ? നോമ്പ് കള്ളനാണ്. എന്നിട്ട് എന്താ തള്ളണേ? നമ്മളെ കോഴിക്കോട് ഫുഡ് വേറെ ലെവലാന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ അറിയാം നമ്മളെ ഫുഡ് തന്നാല്. നമ്മൾ നോക്കിയൊക്കെ ഇവിടെ മലപ്പുറത്തുനിന്ന് ഗ്രില്ല് വാങ്ങി അങ്ങനെ ഉണ്ട് നോക്കാം. ചെമ്പല്ലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിക്ക് നോമ്പാട്ടോ. നോമ്പ് ഇറക്കാൻ വേണ്ടി ചായയൊക്കെ വാങ്ങി സെറ്റായി ഇരിക്കാണ്. ബാങ്കൊന്ന് കൊടുത്താ മതി. ഇതായിരുന്നു 6:26. എന്താണ് ഫിഷിന്റെ വലിപ്പം? നോമ്പെടുത്തല്ലേ? നോമ്പെടുത്ത നല്ലോണം തിന്നു. തിന്നോളിമാ. പിന്നെ നമ്മളെന്നല്ലേ ഉള്ളു. ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ട്. സാധനങ്ങളൊക്കെ സെറ്റാണ്. യെസ്, ലെറ്റ്സ് ഈറ്റ്. ഫിഷ് ഫിഷ് മതി മതി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോ നമുക്ക് നല്ല അടിപൊളി പഴം ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ കുട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഉപ്പര് നല്ല ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാണ്. പിന്നെ ടൈലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പായിരുന്നു. കുട്ടുമ്മാ 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 ചുക്ക 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 ചുക്ക. അപ്പൊ ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ രാത്രി ആയിട്ടോ. അപ്പൊ റിപ്പോർട്ട് കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പം ഇപ്പം കാണിച്ചു തരാൻ വിചാരിച്ചു അല്ലേ ഫലക്കെ? അതെ, ഫലക്കും ഉണ്ട് കേട്ടോ. ഫലക്ക് ഗൈസ് കുറച്ച് ദിവസമായിട്ട് ഇനി നമ്മളെ വീട്ടിലാണ് അല്ലേ ഫലക്കെ? 2 ദിവസം ഇവിടെ നിർത്തി പോയതാണ്. പകരത്തിന് പകരാ. ഒന്ന് തൊട്ടാൽ അപ്പോൾ അവൾക്ക് തിരിച്ചോടണം. നോക്കിയേ സിംഗപ്പെണ്ണ്. ഇപ്പൊ എന്താണ് ഗൈസ്? അപ്പൊ ഇത് നമ്മളെ അവസാനത്തെ സ്കാനിങ് ആണ്. ഇതാണ് അവസാന സ്കാനിങ്. ഗൈസ് അപ്പൊ അവസാനത്തിന്റെ തൊട്ട് മുന്നുള്ള സ്കാനിങ് ആണ്. അപ്പൊ ഇതിലാണ് സാധനങ്ങളൊക്കെ. അല്ല അതാരാ? ഓക്കെ ഓക്കെ. അയ്യോ ഓക്കെ. എന്നാ നിങ്ങൾ മാരി മോനെ
ഇവന്റെ ബാക്കി അവള്. ഓക്കെ നോക്കട്ടെ. ഇതാണ് റിപ്പോർട്ട്. എന്താ ഹെഡിന്റെ സംഭവങ്ങളും പിന്നെ എന്താണ് 9th month റിപ്പോർട്ടാണ് അല്ലേ? നോക്കട്ടെ. ഇവന്റെ ഏജ് കാണിച്ചിട്ടേ ഞങ്ങൾക്ക് കാണിക്കണോ? ഏജ് ഒന്നും കാണിച്ചു കൊടുക്കണ്ട. അല്ലേ ഇതിൽ ഏജ് ഇല്ല. ഇവന്റെ മൂക്കിലൊക്കെ ഒരു കുരുവൊക്കെ വന്നാണ്. നോക്ക് പാവസ്റ്റാ, മൂക്കിന്റെ ഉള്ളിലൊക്കെ കുരു വന്നാണ്. ഉറുമ്പിനും ഇതിനൊക്കെ കൊന്നിടാ പ്രാണികളൊക്കെ, മനസ്സിലായോ? അത് ശരിയാ, ഞാൻ കൊല്ലുന്നുണ്ട്. അതിനോണ്ടാ വരുന്നേ. വീസിലായിട്ട് സെൻസിറ്റിട്ടാ. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് സാധനങ്ങള്. ഓക്കെ, ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറട്ടോ, സ്കാൻ ചെയ്യാൻ വന്നിട്ട് കാണൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അറിയില്ല, എനിക്ക് എന്തൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു പറയണൊക്കെ ഞാൻ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലാണ്ട് അല്ലേ. പിന്നെ എന്തെങ്കിലും കുറവുണ്ട് ഈ പ്രാവശ്യം? കുട്ടിക്ക് വെയിറ്റ് 100 gram കൂടുതലാന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ഇവ പഴം, പിന്നെ ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം അങ്ങനെ ഒന്നും മാങ്ങൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ കോഴിമുട്ടന്റെ മഞ്ഞ തിന്നണ്ടെന്നും പറഞ്ഞു അല്ലേ? എന്നും നടക്കാൻ പറഞ്ഞു. എന്നും നടക്കാൻ പറഞ്ഞു. നടന്ന തന്നെ ഇവ അടിപൊളി. ഇപ്പം അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഹിബന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന ചടങ്ങുകളൊക്കെ ആണ് ഇനി വരാൻ വേണ്ടി പോണത് അല്ലേ ഹിബ? എന്നിട്ട് വേണം എനിക്കൊരു പൊളി അല്ല ഗൈസ്, ഞാൻ സങ്കടപ്പെട്ട് ഇനി നടക്കേണ്ടി വരും. ഹിബ ഇല്ലാതെയുള്ള ജീവിതം എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റൂല ഹിബ. അങ്ങനെ പ്രഗ്നൻസി സംഭവങ്ങളൊക്കെ ഏകദേശം കഴിയാനായി. 9 മാസമായി അല്ലേ ഹിബ? അങ്ങനെ അല്ല 7 മാസമായി. ഇനി 2-3 മാസം കൂടി കഴിഞ്ഞാലും സംഭവം 2-3 മാസം 2 മാസം. 2 മാസം. 10 മാസം പെറ്റ് എന്തിനാ എല്ലാരും പറയുന്നത്? 9 മാസം ശരിക്കും പ്രഗ്നൻസി അല്ലേ? 9 മാസം ചുമന്നിട്ട് 10ാമത്തെ മാസം പ്രസവിക്കുക. അതന്നെ അതിനോണ്ട് അങ്ങനെ പറയുന്നത് അല്ലേ? ഓ, അപ്പൊ ഒന്ന് കൂട്ടി പറയണ ഞങ്ങള് 10 മാസം ചുമന്നു അല്ലേ? എന്താ ഗൈസ്? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ വയസ്സ് മാത്രം കുറച്ച് പറയല്ലോ, ഇതെന്താ നിങ്ങൾ കൂട്ടി പറയണേ? അതൊരു ചുമപ്പല്ലേ. ചുമക്കാണെങ്കിൽ അങ്ങനെ ആക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഇതായിരുന്നു ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പറയുക. ബെല്ലൈക്കൺ ബെല്ലൈക്കൺ അപ്പൊ അടിച്ചു പൊടിക്കുക. നമ്മൾ